കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. പിന്നെ എല്ലാവർക്കും നല്ല ഒരു ഏകാദശി ഉണ്ടാകട്ടെ. ഏകാദശി നല്ലതായി വ്രതം എല്ലാവർക്കും നോക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഹരേ കൃഷ്ണ. അതുപോലെ ഞാൻ താമസിച്ചു പോയി കയറാനായിട്ട്, കുറച്ചുകൂടെ നേരത്തെ സമയം ആയില്ല എന്നുള്ള രീതിയിൽ നാമം ജപിച്ചുകൊണ്ടിരുന്നു പോയി. സോറി. ഹരേ കൃഷ്ണ. അതുപോലെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ 18-ാം തീയതിയാണ് നമ്മുടെ അമാവാസി വരുന്നത്. അപ്പൊ അമാവാസിക്ക് ഇപ്രാവശ്യം ഇവിടെ 18-ാം തീയതി നമുക്ക് കൃഷ്ണബലരാം ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയായതുകൊണ്ട് നമുക്കത് ഗ്രൂപ്പായിട്ട് വായിക്കുന്നില്ല. പക്ഷേ അത് മന്ത്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളത് മുടക്കണ്ട. അപ്പൊ ഏതാണ് 4ാമത്തെ ചാപ്റ്ററാണ്, 4th കാൻഡോ ആണ് നമ്മള് കഴിഞ്ഞ മാസം വായിച്ചത്. അപ്പം എല്ലാവർക്കും 5th വായിക്കാൻ തയ്യാറാണെങ്കിൽ ആ 5th എടുക്കുക. 5th എടുത്തിട്ട് ഓരോരുത്തരും, ഇപ്പം നമ്മൾ ഇടുന്നില്ല, ഓരോരുത്തരും ഓരോ ചാപ്റ്റർ വയ്യാത്തവര് അപ്പൊ അത്രയും വലിയ ചാപ്റ്റർ ആണെങ്കിൽ ഹാഫ്, അങ്ങനെ അവനവനോ തന്നെ അങ്ങ് എടുത്തിട്ട് ആ ദിവസം മുടക്കണ്ട. ഓരോ മന്ത്ലി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുടക്കണ്ട. അതും പ്രത്യേകിച്ച് അമാവാസി ദിവസം എല്ലാവരും വായിക്കാൻ തയ്യാറാണല്ലോ. എല്ലാവരും അങ്ങനെ വായിക്കുക, സ്വയമേ വായിക്കുക. അന്നത്തെ ദിവസം ആരും മുടക്കരുത്. ഒരു സമയം കണ്ടെത്തി, ഇപ്പം ചിലരിവിടെ വരുന്നവർ കാണും, ക്ഷേത്രത്തിൽ വരുന്നവർ കാണും. അപ്പൊ അതുകൊണ്ട് അവനവന്റെ ടൈം എടുത്തിട്ട് ആ ദിവസം തന്നെ ഓരോ ഓരോ ചാപ്റ്ററും നിങ്ങൾ തന്നെ വായിക്കുക. 5th കാൻഡോ ആണ് നമുക്ക് ഇനിയും. 4th കാൻഡോ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ തീർത്തു. 5th കാൻഡോ ആണ് വരുന്നത്. അപ്പൊ അതിലെ ഓരോ ചാപ്റ്റർ, ഇനി അത് കുറച്ച് പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, ഇല്ല പിന്നെ ശ്ലോകം വായിക്കുന്നില്ലാത്തതുകൊണ്ട് അതിന് പ്രയാസം വരില്ല. പക്ഷെ എന്നിരുന്നാലും പ്രയാസമായിട്ട് തോന്നുന്നെങ്കിൽ അതിന് മുമ്പിലത്തെ 4th കാൻഡോ തന്നെ വായിച്ചു കൊടുക്കും. അപ്പൊ എല്ലാവരും അത് മുടക്കാതെ ചെയ്യുക. ഹരേ കൃഷ്ണ. മാതാജി 5ാമത്തെ സ്കന്ധാണോ വായിക്കേണ്ടേ? ഇനിയിപ്പം നമുക്ക് 5ആണ് വരേണ്ടത്. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ 4ആണല്ലോ വായിച്ചത്. അപ്പൊ ഇനി 5ആണ് വരേണ്ടത്. അപ്പം അത് വായിക്കാനാണ് ഞാൻ പറയുന്നത്. അഥവാ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, 5ാം സ്കന്ധം അല്പം പ്രയാസമുള്ള ഒരു സ്കന്ധമാണ്, അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ 4ാമത്തെ സ്കന്ധമോ അല്ലെങ്കിൽ 6ാമത്തെ സ്കന്ധമോ നിങ്ങൾ വായിച്ചോളൂ. അത് പ്രശ്നമില്ല. 6ിലോട്ട് പോകാതിരിക്കുന്നു. എല്ലാരും 5 തന്നെയാണോ? 4, 5 അങ്ങനെ ചെയ്യാവോ? അതോ ഏതാന്ന് പറഞ്ഞാലല്ലേ? അപ്പൊ 5th കാൻഡോ തന്നെ വായിച്ചോളൂ. ശ്ലോകമില്ലല്ലോ, അതിന്റെ അർത്ഥമല്ലേ നിങ്ങൾ വായിക്കുന്നുള്ളൂ. 5ാമത്തെ സ്കന്ധം തന്നെ എല്ലാവരും എടുത്തിട്ട് വായിച്ചോളൂ. അപ്പൊ ഞാൻ പ്രഭു അതിന് ഇടണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ അത് ഈ മാസത്തിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുമല്ലോ. എല്ലാവരും മറക്കരുത്. ചാപ്റ്റർ എല്ലാരും ചിലരൊക്കെ ഒരേപോലെ ആവത്തില്ലേ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ? കഴിഞ്ഞ മാസത്തിൽ ഇട്ട പേരനുസരിച്ച് ഇടാൻ പറ്റുമോ? എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമോ, ഞാൻ പേരിടാം, പ്രഭുവിനോട് പറയാം. ഓർമ്മയില്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തിൽ ചെയ്തത്? 1, 2, 3 എത്രയാണ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? 1ാമത്തെ കഴിഞ്ഞ മാസം പറഞ്ഞ അദ്ദേഹം തന്നെ 5ാം സ്കന്ധത്തിൽ വായിക്കണം അല്ലേ? അങ്ങനെയാണോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണോ കിട്ടിയത് അത് 5ാം സ്കന്ധത്തിൽ വായിച്ചോളൂ. അത് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് വായിച്ചോളൂ. ഒന്ന് മാറിയെന്ന് വിചാരിച്ച് നമുക്ക് കുഴപ്പമില്ല. ഭാഗവതം വായിക്കുന്നത് നിർത്തരുത്, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്റ്റർ മാറിയെന്ന് വിചാരിച്ച് നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ വായിക്കുന്നത് നിർത്തരുത്. അതുപോലെ ഇപ്രാവശ്യം ഫോണിനകത്ത് ഇടണോ? ഇടാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ്. അല്ലെങ്കിൽ ഞാൻ പ്രഭുവിനോട് ചോദിക്കട്ടെ, ഫോണിനകത്ത് ഇടാമെങ്കിൽ. പുസ്തകമില്ലാത്തവർക്ക് ഇത് കണ്ടാ ഞങ്ങൾ ഫോണിൽ നോക്കിയൊക്കെയാ വായിക്കുന്നത്. GK പ്രഭു ഉണ്ടോ ഇപ്പം? പ്രഭു കൃഷ്ണ മാതാജി, ഞാൻ ഇന്ന് ചോദിക്കാനിരിക്കായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുന്ന് കുറെ പേര് തിരുവനന്തപുരത്തിന് പോകുന്നുണ്ട്. അവരൊക്കെ തിരിച്ചെത്താൻ വൈകുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിക്കാനിരിക്കായിരുന്നു. അത് ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും പിന്നെ പ്രയോജനമില്ലല്ലോ മാതാജി. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് ഇടണമെങ്കിൽ പ്രഭു ഇടും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ അങ്ങ് വായിച്ചോളൂ ഈ മാസത്തിൽ. അങ്ങനെ വിട്ടേക്കാം. അടുത്ത തവണ നമുക്ക് കൃത്യമായിട്ട് ലിസ്റ്റ് ഇടാം. ഇത്തവണ അവരൊരു ഇഷ്ടമുള്ള എന്താ വായിക്കട്ടെ. ഏതായാലും മുടക്കാതെ അന്നത്തെ ദിവസം ഏത് സ്ഥലത്ത് ഇരുന്നാലും ശരി, നിങ്ങളെ ഇപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിരുന്നാലും ശരി, മുടക്കരുത്. അത്രേ ഉള്ളൂ. എവിടെ ഇരുന്നെങ്കിലും ഒരു ചാപ്റ്റർ വായിച്ചേക്കുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സമ്മതമാണല്ലോ. 18-ാം തീയതി സമയം. അതിന് ഇന്ന സമയം ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ഇഷ്ടമുള്ള സമയം ചെയ്തു, മുടക്കരുത്.
ഹരേ കൃഷ്ണ. അപ്പൊ എനിക്ക് അതുപോലെ തന്നെ പ്രഭുവിനോട് ഒരു താങ്ക്സ് പറയാനുണ്ട്. കഴിഞ്ഞ തവണ ഞാനൊരു ശ്ലോകം പറഞ്ഞത് അത് ഉൾക്കൊണ്ടിട്ട് ഇപ്രാവശ്യം അത് ഇട്ടിരിക്കുന്നത് കണ്ടു ഗ്രൂപ്പിലെ, വളരെ സന്തോഷം തോന്നി. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, അത് ഇടാനും കഴിഞ്ഞല്ലോ എന്നുള്ളത് സന്തോഷം തോന്നി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അതുപോലെ വേറൊരു ശ്ലോകം ഞാൻ പറയാം, അതും അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. നമ്മളെ 10, 13, 11 വളരെ ഇതായിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന, അതുപോലെ ഭഗവാന്റെ ആ രൂപത്തെ ആകർഷിക്കുന്ന ശ്ലോകമാണ്. കൃഷ്ണ ഗുരുദേവ് കി ജയ്, പ്രഭുപാദ കി ജയ്. 10, 13, 11 അല്ലേ? 11 അത് ഞാൻ പറയാം. ബിഭ്രത്വേണും ജഡരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണൗ മസൃണകവളം തത്ഫലന്യങ്കുലിഷു തിഷ്ടന്മധ്യേ സ്വപരി സുഹൃദോ ഹാസയന്നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ നിഷതി ബുഭുജേ യജ്ഞഭുക്ബാലകേളി. വളരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ശ്ലോകമാണ്. എന്താ വെച്ചാൽ, എനിക്ക് ആദ്യമൊക്കെ നാമം ജപിക്കുന്ന അവസരത്തില് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായില്ല. നാമം ജപിച്ചു പോകും. ആദ്യം ഞാൻ ഇസ്കോണിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ സന്ധ്യാസമയത്തെ അഞ്ജന ശ്രീധരാംഗനൊക്കെ ജപിച്ച് ശീലിച്ച ആദ്യമൊക്കെ. അപ്പൊ അവിടെ വന്ന് നാമം അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങിയപ്പം നാമജപത്തിലെ ഇങ്ങോട്ട് നാമം ജപിക്കും. നാമം ജപിച്ചാൽ ഒന്ന് നമ്മൾ ഓഫീസിൽ ഇരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരികയാണ്. എനിക്കത് വലിയ പ്രയാസമായിട്ട് തോന്നി. അപ്പൊ ഞാൻ എൻ്റെ ശിക്ഷാഗുരുവിനോട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നാമജപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയത്തില്ല, കാരണം എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല. എനിക്ക് വേറെ ശ്ലോകങ്ങൾ പാടാനാണ് ഇഷ്ടം. അത് പാടുമ്പോൾ എൻ്റെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഭഗവാന്റെ ലീലകൾ ഓർത്തുകൊണ്ട് ജപിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ലീലകൾ ഓർത്തുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, മിക്കവാറും വീടുകളിലൊക്കെ കാണും, ഭഗവാൻ നടുക്കിരുന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നു, ചുറ്റും കൂട്ടുകാരിങ്ങനെ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് ഓരോന്നും ഭഗവാൻ കൊടുത്തോണ്ട് ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടം. കാരണം നടുക്ക് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നു, ചുറ്റും കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ആ ഒരു പടം ഓർത്തുകൊണ്ട്, ആ ഒരു ഫോട്ടോ, ഭഗവാനും കൂട്ടുകാരുമായിട്ട് വൃന്ദാവനത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്, അത് ഓർത്തുകൊണ്ടിരുന്ന് നാമം ജപിച്ചു നോക്കൂ. അപ്പം അതിനെ മനസ്സിനെ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. അതും പറ്റുന്നില്ല എങ്കിൽ ബലരാമൻ ഭഗവാന്റെ മടിയിലേക്ക് കിടന്നുകൊണ്ട്, അവിടെ കൂട്ടുകാരെല്ലാം ഉണ്ട്, അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ആ ഫോട്ടോ എടുത്ത് മനസ്സിൽ വെച്ച് കൊടുത്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നീട് ആ ഒരു ഫോട്ടോ എടുത്തിട്ട്, ആ ഒരു ഫോട്ടോ എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അത് എടുത്തിട്ട്, അപ്പൊ ഞാനത് എൻ്റെ മകന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ അത് വെച്ചുകൊണ്ട് ഞാൻ നാമം ജപിക്കാൻ തുടങ്ങി. എനിക്ക് കോൺസെൻട്രേഷൻ പിന്നീടാണ് കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഈ ശ്ലോകം വളരെ ഇതായിട്ടാണ് കാണുന്നത്. ബിഭ്രത് വേണും ജഡര പടയോ, ബിഭ്രത് വേണു എന്ന് വെച്ചാൽ ഓടക്കുടൽ ധരിച്ചിട്ട്, ജഡര പടയോ ശൃംഗവേത്രീച കക്ഷി. ജഡര പടയോ എന്ന് പറയുമ്പോഴേ നമ്മുടെ കൃഷ്ണൻ കുട്ടിയാണല്ലോ, അപ്പൊ ആ കുട്ടിയുടെ വയറിന് ചുറ്റും ഒരു മുറുകെ കെട്ടി ഒരു വസ്ത്രം നല്ല വൃത്തിയായിട്ട് കെട്ടി വെച്ചിരിക്കുക യശോദാമ്മ. അങ്ങനെ വയറിന്റെ ചുറ്റും മുറുകെ ചുറ്റിയ ആ വസ്ത്രത്തിനുമിടയിൽ അപ്പൊ ആദ്യം കയ്യിൽ എന്തുണ്ട്? ഓടക്കുഴൽ ധരിച്ചിട്ടുണ്ട്. അതോടൊപ്പം വയറിന്റെ ചുറ്റും ഇങ്ങനെ ഒരു വസ്ത്രം കെട്ടി വെച്ചിരിക്കുന്നു. അതിനിടയിൽ കൊമ്പും കാലിക്കോലും വെച്ചിട്ടുണ്ട്. പശുക്കളെ മേയ്ക്കാൻ പോവുകയാണ്, കൊമ്പും കാലിക്കോലും വെച്ചിട്ട് അരക്കെട്ടിലാണ് അത് ഇരിക്കുന്നത്. അതുപോലെ ഇടത്തെ കയ്യിൽ എന്തുണ്ട്? മസൃണകബളം. ഇതാണ്. അപ്പം ബിഭ്രത് വേണു ജഡരപടയ എന്ന് വെച്ചാൽ കമ്മും കാലിക്കോലും, ശൃംഗവേത്രീച കക്ഷി. അപ്പൊ കക്ഷത്തിൽ എന്തുണ്ട്? ഇടത്തെ കയ്യിൽ മസൃണകബളം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് എന്താണ്? ഒന്നാന്തരം മസൃണകബളം എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം തൈരും ഒക്കെ കൂട്ടിയ ചോറ്, നല്ല യശോദാമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും 9 ലക്ഷം പശുക്കളിൽ ഏറ്റവും ഉന്നതമായ പശുവിന്റെ പാലെടുത്ത് ഉറയൊഴിച്ച് അതിൽ നിന്നുണ്ടാക്കിയ തൈര് കൊണ്ടുണ്ടാക്കിയ ആ തൈര് ചോറുമായിട്ട് കലർത്തിയ ആ ഒന്നാന്തരം ഭക്ഷണം. അപ്പൊ ആ ചോറും കൂട്ടി ഉണ്ടാക്കിയ വളരെ നല്ല ഭക്ഷണവും കയ്യിൽ പിടിച്ച് അതിന് ചേരുന്ന ഫ്രൂട്ട്സ്, അതിന് ബില്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബില്യം മുതലായ പഴങ്ങളൊക്കെ
വിരലുകൾക്കിടയിലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. അതും വെച്ചിട്ട് അങ്കുലീഷു എന്ന് പറഞ്ഞാൽ വിരലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് പിന്നെ എന്താണ് തിഷ്ഠൻ ഇങ്ങനെ ഇരിക്കുന്നു. ഭഗവാൻ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഓടക്കുടൽ ധരിച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടില്ല. ആ വസ്ത്രത്തിന്റെ ഇടയിൽ കമ്പും ക്വാലിക്കോലും ഒക്കെ അരക്കെട്ടിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇടത്ത് കൈയിൽ മസൃണ കബളവുമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വരികയാണ്. മസൃണ കബളം എന്ന് പറയുമ്പോൾ ഒന്നാന്തരം ഭക്ഷണവും വെച്ചുകൊണ്ട് വിരലുകൾക്കിടയിൽ എന്തുണ്ട്? ഫ്രൂട്ട്സ് എല്ലാം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു ഇതായിട്ട് പിടിച്ചുകൊണ്ട് അങ്ങനെ വന്നിട്ട് തിഷ്ഠൻ എന്ന് വെച്ചാൽ ഇരിക്കുന്നവനായിട്ട്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് കൂട്ടുകാരുടെ മധ്യത്തിലേക്ക് വന്ന് ഇരിക്കുന്നവനായിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ അതിനോടൊപ്പം എന്താണ്? തിഷ്ഠൻ മധ്യ വിപ്രത്വേണം ജഡരപടയോ ശൃംഗവേത്രേജ കക്ഷി വാമേ പാണവും മസൃണകബളം, പാണയിൽ മസൃണകബളവുമായിട്ട് തത്ഫലാന്യ അങ്കുലീഷു, അതിന്റെ ഫലമായിട്ടുള്ള അങ്കുലീഷു വിരലുകൾക്കിടയിൽ അതിന്റെ ഫലങ്ങൾ വെച്ചുകൊണ്ട്, ഫലം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് വെച്ചുകൊണ്ട് തിഷ്ഠൻ മധ്യേ സ്വഹരി സുഹൃതോ ഹാസയൻ നർമ്മഭിസ്വൈ തിഷ്ഠൻ മധ്യേ, അതിന്റെ മധ്യത്തിൽ അതാ വളരെ ഹാസ്യനായിട്ട് വളരെ ചിരിച്ച് നർമ്മസലാപങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ഹൃദയത്തെ കൂട്ടുകാരുടെ ഇടയിലേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് അതാ വന്നിരിക്കുക മാത്രമാണോ, ആഹാരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ആ വരവാണ്. ബിഭ്രത്വേണം ജഡരപടയോ ശൃംഗവേത്രേജ കക്ഷേ വാമേ പാണൗ മസൃണകബളം തത്ഫലാന്യങ്കുലീഷു, വിരലുകൾക്കിടയിൽ ഫലങ്ങളും വെച്ചുകൊണ്ട് തിഷ്ഠൻ മധ്യേ സ്വഹരി സുഹൃതോ ഹാസയൻ നർമ്മഭിസ്വൈ, നർമ്മസലാപങ്ങളുമായിട്ട് ആ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് സ്വർഗേ ലോകേ മിഷതി ബുഭുജേ, സ്വർഗലോകത്തിൽ ഇരിക്കുന്ന അവരെല്ലാവരും മിഷതി ബുഭുജേ, അവര് ഭഗവാനെ എങ്ങനെയാ കണ്ടിട്ടുള്ളത്? യജ്ഞഭുക് ബാലകേളി, യജ്ഞത്തിൽ ആഹാരം സ്വീകരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അങ്ങനെയുള്ള യജ്ഞഭുക്കായിട്ടുള്ള ആ ബാലൻ ഇതാ ഇരുന്നു കൊണ്ട് ബാലകേളി ആടുന്നു. അപ്പം നടുക്ക് ഭഗവാൻ, ചുറ്റുമാരാണ് കൂട്ടുകാരിരിക്കുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ട് അതാ മധുപങ്കലനുണ്ട്, ശ്രീരാമനുണ്ട്, വാസുദേവനുണ്ട്, സ്തോകകൃഷ്ണനുണ്ട്, പുണ്ടരീകാക്ഷനുണ്ട്, വിദക്ഷനുണ്ട്, പ്രിയങ്കരനുണ്ട്, പുഷ്പകനുണ്ട്, ഹസകനുണ്ട്, ഉജ്ജ്വലനുണ്ട്, ഗോകുലനുണ്ട്, സുബലയുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്നുകൊണ്ട് ശ്രീരാമനുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ഇരുന്നു കൊണ്ട് അതാ ബാലകേളി ആടുന്ന ആ ഭഗവാനെ കണ്ടുകൊണ്ട് സ്വർഗലോകത്തിലുള്ളവർ മിടിച്ചു നിന്നുപോയി എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. വിഭ്രത്വേണം ജഠരപടയോ ശൃംഗവേത്രേജ കക്ഷേ വാമേ പാണൗ മസൃണകബളം തത്ഫലാന്യങ്കുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരി സുഹൃതോ ഹാസയൻ നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളി. ഹരേ കൃഷ്ണ. ഈ ഒരു ശ്ലോകം എന്നെ വളരെ അട്രാക്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആഗ്രഹമുള്ളവര് പഠിക്കുന്ന അല്ലെങ്കിൽ തന്നെയും ഭഗവത ശ്ലോകങ്ങൾ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതാണല്ലോ. ഹരേ കൃഷ്ണ. എത്രാമത്തെ പേജാ? 10-ാം സ്കന്ധം 13-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം. 10, 13, 11. ഹരേ കൃഷ്ണ. ഞാനത് പോസ്റ്റ് ചെയ്യാം മാതാജി. വളരെ നല്ല മനോഹരമായിട്ടുണ്ട്, കേൾക്കാൻ തന്നെ. അതെ, ആ ഫോട്ടോ ഒന്ന് ഗ്രൂപ്പിൽ ഇടാവോ മാതാജി? ഫോട്ടോയോ എന്റെ കയ്യിൽ ആ ഫോട്ടോ ഇപ്പൊ ഇല്ല മാതാജി, എന്റെ മനസ്സിലേ ഉള്ളൂ ആ ഫോട്ടോ ഇപ്പോഴെ. ഞാന് അത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ആർക്കോ കൊടുത്തു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം. നമ്മള് ഭാഗവതം എവിടെ വരെയാ പഠിച്ചതെന്നോ എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും കഴിയുന്നോ? ഹരേ കൃഷ്ണ. 1-ാം സ്കന്ധം 17-ാം അധ്യായം നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് 40-ാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലേ? ആണോ മാതാജി? 39 മുതലെന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. 38 വരെയല്ലേ എടുത്തുള്ളൂ? 38 വരെ എടുത്തുള്ളൂ. അലിക്ക് ഏതൊക്കെ സ്ഥലം എന്ന് പറഞ്ഞ് കൊടുത്ത അതിന്റെ ശരിയാ പ്രഭു. ഹരേ കൃഷ്ണ. ശരിയാ. 39 ഇനി എടുക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളാണ് കൊടുത്തത് കരിക്കിരിക്കാനായിട്ട്? വ്യാഭിചാരം, സ്വർണം. ഹരേ കൃഷ്ണ.
അപ്പം തനിക്ക് വസിക്കാൻ സ്ഥാനം പോരാ. ആദ്യ ലിസ്റ്റിൽ സ്വർണം ഇല്ല. സ്വർണം കൊടുത്തിട്ടില്ല. നമുക്ക് സ്വർണം കൊടുത്തു എന്നുള്ളത് സ്വർണം കൊടുത്തിട്ടില്ല. സ്വർണം സ്ഥലം കിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും ചോദിക്കാൻ സാധനം? 4 സ്ഥലം കൊടുത്തല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത്? കൊടുത്ത 4 സ്ഥലവും അവിടെ ഇല്ല പരീക്ഷത്തിന്റെ രാജ്യത്ത്. പരീക്ഷത്തിന്റെ രാജ്യത്ത് ആ 4 സ്ഥലങ്ങളും കാണാൻ പോലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അടുത്ത ഒരു സ്ഥലം കൂടി തരണമെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏത് സ്ഥലമാ എങ്ങനെയാണ് എന്നുള്ളത് ഇനി അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. ശ്ലോകം 39. ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. പുനശ്ചയാചമാനായ ജാതരൂപമദാത് പ്രഭുഃ തതോ നൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം. പുനശ്ചയ യാചമാനായ ജാതരൂപമദാത് പ്രഭുഃ തതോ നൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം. വിവർത്തനം. പുനശ്ച, പുനഃ പ്ലസ് ചായാണ് പുനശ്ച എന്ന് പറയുക. പുനഃ എന്ന് വെച്ചാൽ വീണ്ടും, ച എന്ന് പറഞ്ഞാൽ യാചമാനായ യാചിക്കുന്നവനോടെ, ജാതരൂപം എന്ന് വെച്ചാൽ സ്വർണം, അതാത് ഉപേക്ഷിച്ചു, പ്രഭു രാജാവ്, തതഹ അതിനാൽ, അനിർദം എന്ന് പറഞ്ഞാൽ വഞ്ചകത, തതോ നിർദം എന്നാണ് വാക്ക്. തതോ നിർദം എന്ന് പറഞ്ഞാൽ തതഹ പ്ലസ് അനിർദം. തതഹ എന്ന് വെച്ചാൽ അതുകൊണ്ട്, അനിർദം എന്ന് വെച്ചാൽ വഞ്ചന, കപട ഭാഷണം, അല്ലെ നമ്മൾ തെറ്റായിട്ടൊക്കെ പറയത്തില്ലേ, അത് വഞ്ചിച്ച് പറയുന്നത്. മതം ലഹരി, എല്ലാവർക്കും അറിയാം. മദ്യപാനം എന്നിവ കുറിച്ചുണ്ടാകുന്ന ലഹരി, കാമം ആഗ്രഹം, അത്യാർത്തി അല്ലെങ്കിൽ കാമം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ഭാവം, അതാണ് ഇവിടെ. രജഹ വികാര തീവ്രമായ ഭാവം കൊണ്ട്, വൈരം ഒരു ശത്രുത, ച പഞ്ചമം അഞ്ചാമത്തെ. അപ്പം പുനശ്ച, പുനഃ പ്ലസ് ച, യാചമാനായ ജാതരൂപം, അതാത് പ്രഭു തതഹ അനിർദം, തതോ നൃതം, മദം കാമം രജഹ വൈരം ച പഞ്ചമം. പുനശ്ചയാചമാനായ ജാതരൂപമദാത് പ്രഭുഃ തതോ നൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം. വിവർത്തനം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. തനിക്ക് വസിക്കാൻ അത്രയും സ്ഥാനങ്ങൾ പോരാ എന്നും ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ വേണമെന്നുമുള്ള കലിസത്വത്തിന്റെ അഭ്യർത്ഥന ശ്രവിച്ച പരീക്ഷിത് മഹാരാജാവ് കനകമുള്ള സ്ഥലങ്ങളിലൊക്കെ വസിക്കാനുള്ള അനുവാദം നൽകി. എന്തെന്നാൽ സ്വർണമുള്ള സ്ഥലങ്ങളിലൊക്കെയും വഞ്ചനയും മദ്യപാനവും ലഹരിയും അത്യാർത്തിയും അസൂയയും ശത്രുതയും ഒക്കെ ഉണ്ടാവും. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശരിയല്ല, വേറൊരാള് വായിക്കൂ. കൃഷ്ണമാതാജി വായിച്ചു. ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. പുനശ്ചയാചമാനായ ജാതരൂപമദാ പ്രഭും തതോ നൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം. ഹരേ കൃഷ്ണമാതാജി. ഹരേ കൃഷ്ണ. അപ്പോഴേ ഇത്രയും സ്ഥലം കിട്ടിയപ്പോഴും അദ്ദേഹത്തിന് ആ സ്ഥലങ്ങളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല, കലിക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം അത് എങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ഏത് രീതിയിൽ ശുഭപ്രദമായ, എങ്ങനെ തന്റെ ഭരണം അത്രമാത്രം സുന്ദരമായ ഭരണം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മിടുക്കനായ കലി എന്ത് ചെയ്തു, എങ്ങനെയും ഇവിടെ നിൽക്കണമല്ലോ, അതിനു വേണ്ടി അടുത്ത സ്ഥലം കൂടി ചോദിച്ചു. അപ്പം ശരി, മഹാരാജനും അറിയാം എന്റെ രാജ്യത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ല, കാണുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലം എവിടെയും പണത്തിന് വേണ്ടി പിടിക്കുന്ന, നമുക്കറിയാം ഇന്നത്തെ സ്വർണത്തിന്റെ പ്രാധാന്യം അല്ലേ. അപ്പൊ ആ സ്വർണം ഇരിക്കുന്ന സ്ഥലത്തു കൂടി അപ്പം സ്വർണം ഒന്നുകിൽ മോഷണം, അല്ലെങ്കിൽ പിടിച്ചുപറി, അല്ലെങ്കിൽ വഴിയെ പോകുന്നവരുടെ കഴുത്തേന്ന് പോലും മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ അതുപോലെ അത് കൊടുത്താൽ പണം കിട്ടും, അങ്ങനെ പണത്തിന് വേണ്ടിയുള്ള ആ ഒരു വഞ്ചനകള് എല്ലാം കാണുമല്ലോ. അപ്പൊ മഹാരാജാവ്
ആ സ്ഥലം കൂടി കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പരീക്ഷിത്ത് മഹാരാജാവ് 4 സ്ഥലങ്ങളിൽ വസിക്കാനുള്ള സ്ഥലം കൊടുത്തെങ്കിലും അത് അവിടെ ഒന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും ചോദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം പരീക്ഷിത്ത് മഹാരാജാവ് സ്വർണമുള്ള ഏതെങ്കിലും സ്ഥലത്ത് വസിക്കുവാൻ കലിക്ക് അനുമതി നൽകി. എന്തുകൊണ്ടാണത്? എവിടെയൊക്കെ സ്വർണമുണ്ടോ അവിടെയൊക്കെ മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളും ഉണ്ടാകും. സ്വർണമുള്ള സ്ഥലത്തെല്ലാം അവിടെയൊക്കെയും മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളും ഉണ്ടാകും. അതിനെല്ലാം ഉപരിയായിട്ട് അവിടെ ശത്രുതയും ഉണ്ടാകും. അപ്പൊ സ്വർണത്തിന് വേണ്ടിയുള്ള, പണത്തിന് വേണ്ടിയുള്ള അത്യാർത്തി, ആഗ്രഹം ഇതെല്ലാം വരുമ്പോൾ അവിടെയെല്ലാം ശത്രുതയും ഉണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വർണത്തെ പ്രാമാണിക മാനദണ്ഡമാക്കി തീർക്കുകയും സ്വർണം വഞ്ചനയ്ക്കും അസത്യഭാഷണത്തിനും ലഹരിക്കും മദ്യപാനത്തിനും വ്യഭിചാരത്തിനും അസൂയയ്ക്കും ശത്രുതാ മനോഭാവത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ആർത്തിയാണ് മനുഷ്യന് അല്ലെ. അപ്പൊ എത്ര സ്വർണം കിട്ടിയാലും പോരാ. ഇപ്പൊ നമ്മള് കിലോ കണക്കിന് സ്വർണം കിട്ടിയാലും നമുക്ക് പോരാ. ഇന്ന് അതിന്റെ വില എവിടെ എത്തി എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ അത് എന്നുവെച്ചാൽ അതിൽ നിന്ന് ഉണ്ടാകാവുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുടെ സ്ഥലത്തും ഇരിക്കാൻ അപ്പൊ അവിടെയും പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് കൈമാറ്റ ഇടപാടുകളെല്ലാം നടത്തുന്നത് ഇപ്പൊ സ്വർണത്തില്? അതുപോലെ നമ്മൾ പണം റിസർവ് ബാങ്ക് നോട്ട് അച്ചടിക്കുന്നത് ഏതിന്റെ പേരിലാണ്? സ്വർണം, ഇത്രമാത്രം സ്വർണം കരുതിക്കൊണ്ടാണ്, അതിന്റെ സെക്യൂരിറ്റി വെച്ചുകൊണ്ടാണ് പണം അടിക്കുന്നത്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് സ്വർണത്തിന്റെ മൂല്യത്തിന് അധികമായി രൂപാ നോട്ടുകൾ അച്ചടിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയും വന്നു ചേർന്നിരിക്കുന്നു. അപ്പം അങ്ങനെ നേരത്തെയൊക്കെ ഇത്ര രൂപ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് അതിനതൊക്കെ എമൗണ്ട് മാത്രമേ അച്ചടിച്ച് പ്രചരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വഞ്ചനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആ പണം ഉപയോഗിച്ച് കള്ളപ്പണം, കച്ചവടം, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്ന് നമ്മൾ സ്വർണത്തിന്റെ കയ്യിൽ ഒരു ദിവസം പോലും അത് കേൾക്കാത്ത ദിവസമില്ല. അതുകൊണ്ട് ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്കെല്ലാം എന്നെക്കാട്ടിൽ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ശ്രീല പ്രഭാതര് പറഞ്ഞു വന്നിരിക്കുന്നത് സ്വർണ്ണ ആഭരണങ്ങൾ സ്ത്രീകളെ അനിയന്ത്രിതമായി ധരിക്കാൻ അനുവദിക്കാതിരിക്കുക. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് മാത്രം സ്വർണങ്ങൾ ധരിച്ചുകൊണ്ട് മാത്രം വെളിയിൽ ഇറങ്ങുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഈ സ്വർണത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു രീതി, മനുഷ്യനിൽ നിന്ന് അത്യാർത്തിയും അസൂയയും ശത്രുതയും, അപ്പൊ അങ്ങനൊക്കെ അത് ഞാൻ നിരുത്സാഹപ്പെടുത്തും. അപ്പം പ്രഭുപാദര് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പണ്ടത്തെ പോലെ, പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നല്ലോ, നാണയ രൂപത്തിൽ യഥാർത്ഥ സ്വർണ്ണ വിനിമയത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ വഞ്ചനയും വ്യഭിചാരവും മുതലായവയൊക്കെ ഈ സ്വർണത്തിന്റെ പ്രഭാവത്തിൽ നിൽക്കുന്നതൊക്കെ തനിയെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്വർണമുള്ള സ്ഥലത്തും കൂടി മഹാരാജൻ സ്ഥലം കലിക്കിരിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആ സ്വർണം കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? ഇന്ന് നമ്മള് കേരളീയരെ കുറിച്ച് പ്രത്യേകിച്ചത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കതെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 40ാമത്തെ ശ്ലോകമാണ്. അമൂനി പഞ്ചസ്ഥാനാനീഹി ഹി ധർമ്മ പ്രഭവഖലി. അത് ഒന്നിച്ചെടുക്കണേ. ഹ്യധർമ്മ പ്രഭവഖലി ഉത്തരേണ ദത്താനി ന്യവസത്തന്നിദേശകൃത്. അമൂനി പഞ്ചസ്ഥാനാനി ഹ്യധർമ്മ പ്രഭവഖലി ഉത്തരേണ ദത്താനി ന്യവസത്തന്നിദേശകൃത്. അമൂനി പഞ്ചസ്ഥാനാനി ഹി അധർമ്മ പ്രഭവ കലിഹി ഔത്തരേണ ദത്താനി ന്യവസത് തതേ നിദേശകൃത്. അമുനി എന്ന് പറയുമ്പം അവയെല്ലാം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. 5 സ്ഥാനാനി സ്ഥലങ്ങൾ, ഹി അധർമ്മ, അതാണ് ഹ്യധർമ്മ എന്ന് ഞാൻ പറയും. ഹ്യ കൊടുത്തിട്ട് ധർമ്മ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ധർമ്മയല്ല, അവിടെ അധർമ്മ എന്നുള്ളതാണ്. ഹ്യധർമ്മ പ്രഭവ കലിഹി ഔത്തരേയേണ ഉത്തരാസുതനാൽ ദത്താനി തടസ്സം നീക്കി ന്യവസത് വസിച്ചു തത് അവനാൽ നിദേശകൃത്ത് മാർഗദർശനം ചെയ്തു. അപ്പൊ അമുനി എന്ന് പറഞ്ഞ അവയല്ല, 5 എന്ന് വെച്ച 5 സ്ഥാനാണി സ്ഥലങ്ങൾ, ഹി നിശ്ചയമായും അധാർമികമായ തത്വങ്ങൾ, പ്രഭവ പ്രോത്സാഹിപ്പിക്കുന്നു, കലിയുഗം, ഔത്തരേയേണ ഉത്തരാസുധനാൽ, ദത്താനി തടസ്സം നീക്കി, ന്യവസത് വസിച്ചു, തത് അവനാൽ, നിർദ്ദേശകൃത് മാർഗദർശനം ചെയ്തു.
അമോനി പഞ്ചസ്ഥാനാനി ഹ്യധർമ്മ പ്രഭവ കലിഹി ഔത്തരേയേണ ദത്താനി ന്യവസത് സന്നിദേശകൃത്. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 40. അമുനി പഞ്ചസ്നാനാനി ഹ്യധർമ്മ പ്രഭവ കലീം ഔത്തരേയേണ ദത്താനി ന്യവസത് തന്നിദേശകൃത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ വിവർത്തനം അതും അവയെല്ലാം അതിൻ പ്രകാരം അതേ രീതിയിൽ ഔത്തരേണ എന്ന് പറഞ്ഞ ആരാണ്? ഉത്തരയുടെ പുത്രനായ ആരാ ഉത്തരയുടെ പുത്രനെ? പരീക്ഷിത് മഹാരാജ. പരീക്ഷിത് മഹാരാജാവിന്റെ അച്ഛനാരാ? അഭിമന്യുന്റെയും ഉത്തരയുടെയും പുത്രനാണ്. ഉത്തരയാണ് ഒരുപാട് കാലം ജീവിച്ചിരുന്നു. ഭഗവാൻ പോയിട്ടും പിന്നെയും ജീവിച്ചിരുന്ന ആളാണ് ഉത്തര. അപ്പം ഔത്തരേയണ ഉത്തരാസുധനാൽ ദത്താനി. അപ്പം ഉത്തരയുടെ പുത്രനായ പരീക്ഷിത് മഹാരാജാവിന്റെ നിർദ്ദേശത്താൽ ആ 5 സ്ഥലങ്ങളിലും കളിസത്വത്തെ വസിക്കുവാൻ അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഉത്തര എന്ന് വിരാട രാജപുത്രി അല്ലെ, അവരെ ഒരുപാട് കാലം ജീവിച്ചിരുന്നു. ഭഗവാനെ നേരിട്ട് കണ്ടു അല്ലെ ഉത്തരയുടെ. പിന്നെ പ്രത്യേകിച്ച് എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? ഭഗവാനെ നേരിട്ട് കണ്ടത് കൂടാതെ പിന്നെന്ത് പറയാം? ഉത്തരയുടെ ആർക്കും ഓർമ്മ വരുന്നില്ല. ഭഗവാൻ പ്രവേശിച്ചു. ഇതാണ് ഭഗവാനെ യഥാർത്ഥത്തില് ഒരു മകനെ പോലെയാണ് ഭഗവാൻ. എന്തുകൊണ്ട്? തന്റെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. അതുപോലെ തന്നെ ഉത്തര വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളെല്ലാം നശിച്ചിരുന്നു. എന്താ വെച്ചാൽ മുസ്ലിം അറ്റാക്ക് വന്നപ്പോഴല്ലേ എല്ലാം നശിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. അവിടെയൊക്കെ എന്ത് ചെയ്തു? ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് രാജസ്ഥാനിലെ ഒക്കെ അങ്ങ് പോയി. കാരണം ഇവിടെ വെച്ചിരുന്നാൽ മുസ്ലിംസ് വന്ന് പഠിച്ചുപിടിക്കും. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ബദ്രനാഥനെ, കൃഷ്ണന്റെ ചെറുമകൻ വന്നിട്ട് ചെറുമകൻ വന്നിട്ട് ഇനിയും ആ സ്ഥലങ്ങളൊക്കെ പുനരുദ്ധരിക്കാനായിട്ട് ക്ഷേത്രങ്ങൾ പണിയാൻ നിർദ്ദേശിക്കുന്ന അവസരത്തിലെ 5 പ്രധാന ക്ഷേത്രങ്ങൾ ആ ഒരു കണ്ടുപിടിക്കണം എന്ന് അത് വാർത്തെടുക്കണം, വിഗ്രഹം ഇനി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ശ്രമിച്ചപ്പോൾ ഭഗവാൻ എങ്ങനെ ഇരിക്കും, ഭഗവാൻ എങ്ങനെയാണ്, ഭഗവാന്റെ രൂപം എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തത്. അപ്പം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട് ഉത്തരയെ കാണിച്ചിട്ട് ഉത്തരയാണ് പറഞ്ഞു കൊടുത്തത് ഇന്ന രീതിയിലാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു വിഗ്രഹങ്ങളെ അന്നത്തെ ഭഗവാനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഭഗവാന്റെ വിഗ്രഹങ്ങളെ കാണിച്ചു കൊടുത്ത ആളുകൂടിയാണ് ഉത്തര, വളരെ വയസ്സായതിനു ശേഷം. അപ്പം അങ്ങനെ ഉത്തരയുടെ പുത്രനാൽ ഇത് എന്ത് ചെയ്തു? കരിസത്വത്തെ വസിക്കാൻ അനുവദിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ സ്വർണത്തെ മാനദണ്ഡമാക്കി കലിയുഗത്തിന് തുടക്കം കുറിക്കുന്നു. അപ്പൊ നമ്മള് കലിയുഗം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ എത്ര വർഷമായി കലിയുഗം കഴിഞ്ഞിട്ട്? എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ല തുടങ്ങിയിട്ട് 5000 വർഷം. വർഷം കഴിഞ്ഞു അല്ലെ? 1325 അല്ലെ? അപ്പൊ അങ്ങനെ ആ വർഷങ്ങള് കഴിഞ്ഞു. ഇനി എത്രയോ വർഷങ്ങൾ കിടക്കുന്നു. കലിയുഗം തീരുമ്പോഴത്തേക്ക് എന്താവും? നമ്മുടെ ആ ഒരു ജീവിതം തന്നെ എന്തായി തീരും കലിയുഗത്തിൽ ലാസ്റ്റ് ചെല്ലുമ്പോഴേക്കെന്നൊക്കെ ഭാഗവതത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മള് കലിയുഗത്തിൽ വളരെയധികം ഭഗവാനുമായിട്ട് വളരെയധികം അടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കലിയുഗത്തിൽ നമ്മളെ രക്ഷിക്കാൻ വന്നതായിട്ട് ഭഗവാൻ ആരായിട്ടാ വന്നത്? ഭഗവാന് മഹാപ്രഭുവാൻ. നമുക്ക് എന്ത് തന്നു? നാമം നമുക്ക് തന്നു. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞു എന്താണ്? നമ്മൾ ആരാണെന്ന് കരുതരുതേ. നാഹം വിപ്രോ നച നരപതിർനാവി വൈശ്യോന ശൂദ്രോ നാഹം വർണ്ണീന ചഗ്രഹപതിർനോ വനസ്തോ യതിർവാം കിന്തു പ്രോത്യന്നിഖില പരമാനന്ദ പൂർണാമൃതാപ്തേർ ഗോപീവർത്തൃപാദകമലയോർ ദാസദാസാനുദാസാം. അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഏത് സമയത്തും നമ്മൾ പറയണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമാണ് ചൈതന്യനാമത്തിൽ. നാഹം വിപ്രോ നച നരപതിർ നാഭി വൈശ്യോന ശൂദ്രോ. നാം ഏത് രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ അതൊന്നുമല്ല. ഞാൻ ബ്രാഹ്മണനുമല്ല, ഞാൻ ക്ഷത്രിയനുമല്ല, ഞാൻ വൈശ്യനുമല്ല, ശൂദ്രനുമല്ല. നമ്മളെ 4 ഓരോന്നാണ് എന്ന് നമുക്ക് ഭഗവാൻ തന്നെ ഈ 4 വർണ്ണാശ്രമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ
അർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറത്ത് ഇതൊന്നുമല്ല ഞാൻ എന്ന് പറയുന്ന ആള് ഇതൊന്നുമല്ല. അഹം വിപ്രോ നജ നരപതിർ നാഭി വൈശ്യോന ശൂദ്രോ, പിന്നെ ഞാൻ ആരാണ്? ശൂദ്രനുമല്ല, ഇനി ഞാൻ ആരുമല്ല, ബ്രഹ്മചാരിയുമല്ല, ഗൃഹസ്ഥനുമല്ല, വാനപ്രസ്ഥനുമല്ല, സന്യാസിയുമല്ല, പിന്നെ ആരാണ് ഞാന്? പിന്നെ ആരാ? നാഹം വർണ്ണീന ജഗ്രഹപതിർ, എന്താണ്? നോ വനസ്ഥോ എതിർവ, പിന്നെയോ കിന്തു പ്രോത്യൻ എങ്ങനെയുള്ള നിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ധേർ, എങ്ങനെയുള്ള ആളാണ് ഞാന്? പരമാനന്ദ പൂർണ്ണം നിറഞ്ഞിരിക്കുന്ന, അമൃത് കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന പരമാനന്ദ പൂർണ്ണാമൃതാബ്ധേർ, അങ്ങനെയുള്ള ആളാണ് ഞാന്. അങ്ങനെയുള്ള ഞാൻ ആളാണ്. സന്യാസിയോ അല്ല, ഗോപികമാരുടെ നാഥനായ ഭഗവാൻ കൃഷ്ണന്റെ ദാസന്റെ ദാസനാണ് ഞാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അമൃതസാഗരമായ അവിടുത്തെ സാർവത്രികമായ ആത്മീയാനന്ദം, അങ്ങനെ അതിന് കാരണമായി തീരുന്ന അവിടുന്ന് സദാ തേജസ്സോട് വിളങ്ങട്ടെ എന്നാണ്. അപ്പം നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ, ഗോപീ ഭർത്തൃപാദ കമലയോർ ദാസ, ഞാൻ ദാസനാണ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ഞാൻ ചോദിക്കും, നമ്മൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയും വേഗം മനസ്സിലാകുന്നത്, നമ്മൾ പറയുന്ന ആരാണ്? ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഓഫീസിലെ ഞാൻ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ IAS ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ജോലിയില്ല, ആഗ്രഹത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇങ്ങനൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അതൊന്നും അല്ല ഞാൻ. അതിനെല്ലാം അപ്പുറത്ത് പിന്നെ ഏതാണ്? കിന്തു പ്രോത്യൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ധേർ, അങ്ങനെ അമൃത തുല്യമായിരിക്കുന്ന ആ ഭക്തവത്സലനെ തരുന്ന അദ്ദേഹത്തിന്റെ ദാസന്മാരുടെ ദാസനാണ് ഞാനെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ദാസനാണ്. അല്ലാതെ സ്വർണത്തെ അടിസ്ഥാനമാക്കി എനിക്ക് ഇത്ര സ്വർണമുണ്ട്, അല്ലെങ്കിൽ ഇത്ര സമ്പത്തുണ്ട്, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെ മനുഷ്യര് സ്വർണം കൂടുമ്പോഴും അതുപോലെ പണം കൂടുമ്പോഴും ഒരുപാട് വഞ്ചനയും മദ്യപാനവും മൃഗവധവും വ്യഭിചാരവും ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പം നമ്മൾ പറഞ്ഞു തന്നിരിക്കുകയാണ്, ഞാനിതൊന്നുമല്ല, ഇതിലൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആ പൂർണ്ണ പരമാനന്ദമായിരിക്കുന്ന ആ പരമാനന്ദമാണ് ഞാൻ ഇത് വെറുതെ ആശിച്ച് ഇതിനെല്ലാം വേണ്ടി എൻ്റെ സമയം ചിലവഴിക്കുകയാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു ശ്ലോകമായിട്ടാണത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് സമയത്തും നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കാൻ, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ഈ മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള പ്രവണതയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്താഗതികളോ നമ്മുടെ മനസ്സിൽ നിന്ന് കളയാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ പാപകരങ്ങളായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കുക എന്നാണ് പറഞ്ഞത്. നമുക്ക് എങ്ങനെ ആ ചിന്ത നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ ഇവിടെ വന്നുപോയി, എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു കയറാൻ, നമ്മള് എവിടെയെങ്കിലും ഒരു ആപത്ഘട്ടത്തിൽ പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് തിരിച്ചു കയറാൻ നോക്കും. പക്ഷേ ആപത്ഘട്ടത്തിൽ പെട്ട് കഴിഞ്ഞാലും അവിടെ എനിക്ക് സുഖമാണ് എന്ന് തോന്നിയാൽ നമ്മൾ തിരിച്ചു പോകാൻ പറ്റത്തില്ല, നമ്മൾ ശ്രമിക്കത്തേയില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രൻ ഇവിടെ വന്ന കാര്യം അല്ലേ. അപ്പൊ ആ ഇന്ദ്രൻ ഇവിടെ വന്നിട്ട് പന്നിക്കൂട്ടത്തിൽ പെട്ടിട്ടും ഇന്ദ്രന് തിരിച്ചു പോകണമെന്നുണ്ടോ? ഇവിടെ മായ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ അതുപോലെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ആരാണ്, അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം എപ്പോഴും ഓർത്തിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതൊന്നും അല്ല, ഞാൻ ഇതിനേക്കാൾ അപ്പുറത്തുള്ള ആളാണ്, എനിക്ക് പോകേണ്ട സ്ഥലം വേറെ ഒരിടത്താണ്, എനിക്ക് അവിടെ എത്താൻ ഞാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിക്കുമ്പോൾ, അപ്പൊ നമ്മളെ എപ്പോഴും ഇപ്പം നമ്മളെ ഏതൊരു വയസ്സിലും നമ്മൾ ചിന്തിക്കണം, നമുക്ക് എത്ര മിനിറ്റിന് നമുക്കുണ്ട്, എത്ര സമയം നമുക്ക്. ഖട്വാങ്കനെന്ന ധരണീശന് കാൺകുരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് ഗതി എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ഒരു മുഹൂർത്തമേ ഉള്ളായിട്ടും ആ മുഹൂർത്തം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു. അപ്പൊ എത്ര സമയം നമുക്കിനി കിട്ടാനുണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, വയസ്സ് എന്നൊരു മാത്രമല്ല, ഏത് സമയത്തും ആർക്കും മരിക്കാം എന്നുള്ളതാണ്. അപ്പൊ കുലശേഖര ആൾവാർ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ തുതീയ പദപങ്കജ വഞ്ചരാന്തം അദൈവമേ വിശതു മാനസ രാജഹംസം പ്രാണപ്രയാണ സമേ കഫപാത പിത്തൗ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്തേ. ഇപ്പൊ എനിക്ക് നല്ലതുപോലെ നാമം ജപിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ
കാര്യങ്ങളൊക്കെ ഭാഗവതം വായിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ എനിക്ക് ഇപ്പൊ കഴിയും. കൃഷ്ണനെ കുറിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയും. ക്ഷേത്രത്തിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. ആ ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും ചുറ്റിപ്പറ്റിയത് കൊണ്ട് പോയി കേട്ടതുകൊണ്ട് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ കൃഷ്ണ ത്വദീയ പദപങ്കജ വഞ്ചരാന്തം മത്യൈവമേ വിശുദ്ധ മാനസ രാജഹംസം. അപ്പൊ നമ്മുടെ ഇപ്പോഴെനിക്ക് നാമം ജപിക്കാൻ കഴിയുന്നു, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു, എന്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദങ്ങൾ വെളിയിലേക്ക് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, 10-60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾക്കൊക്കെ ഇപ്പം എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇത് കഴിയുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ആയിട്ട് ഇതൊക്കെ ചെയ്യാം എന്ന് കരുതിയാൽ ചില സമയത്ത് അപ്പം നമുക്കതിനൊന്നും കഴിഞ്ഞെന്നിരിക്കത്തില്ല. ഇപ്പം പ്രാണപ്രയാണ സമയം, എന്റെ പ്രാണൻ പോകിയിരിക്കുന്ന ആ സമയത്ത് എന്റെ ശരീരത്തിൽ കഫവാത പിത്തവും, കഫം കൊണ്ടും വാദം കൊണ്ടും പിത്തം കൊണ്ടും എന്റെ ശബ്ദം കുറുകുറാ വലിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത സമയത്ത് എങ്ങനെ നിന്നെ ഞാൻ ഓർത്തുകൊണ്ട് തിരിച്ചു പോകും എന്നുള്ളതാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് എനിക്ക് നിന്നെ ചിന്തിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയുക? എനിക്ക് എങ്ങനെയെങ്കിലും ആ വേദനയിൽ നിന്നൊന്ന് വിടുതൽ കിട്ടണമെന്നുള്ള ചിന്തയായിരിക്കും അപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് കുലശേഖര ആൾവാർ പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണാ തുരീയ പദപങ്കജ വഞ്ചരാന്തം അദൈവമേ വിശദു മാനസരാജഹംസം പ്രാണപ്രയാണ സമയേ കഫവാദ വിത്തവും കണ്ടാരോധന വിധവും സ്മരണം കുതസ്തേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആ ഭഗവാനെ ഓർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഏത് സമയത്തും ഇനി പ്രായമായില്ല എന്ന് കരുതി നമ്മൾ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ഏതൊരു സമയത്തും നമ്മളത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചില്ല അല്ലേ? ഹരേ കൃഷ്ണ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചില്ലായിരുന്നു മാതാജി, വായിച്ചായിരുന്നല്ലോ. ഹരേ കൃഷ്ണ. വായിച്ചായിരുന്നോ? ഇനി 41-ാമത്തെ ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അത് വായിച്ചായിരുന്നു, ഞാൻ എക്സ്പ്ലനേഷൻ വന്നപ്പോ ഞങ്ങൾ മറന്നുപോയി. അപ്പൊ പാപകരങ്ങളായുള്ളവയെ പ്രതികരിക്കാനുള്ള മാർഗം അഥവാ നടപടി മുകളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? അപ്പം ഇവിടെ ശ്രീലപ്രഭുപാദൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു. എങ്ങനെയൊക്കെയാണ് സ്വർണത്തെ സൂക്ഷിക്കേണ്ടത്, സ്വർണം എങ്ങനെയൊക്കെ പെരുമാറണം, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് 41-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഥൈതാനിന സേവേദ ബുഭുഷു പുരുഷ ക്വചിത് വിശേഷതോ ധർമ്മശീലോ രാജാലോകപതിർഗുരുഹു. അഥൈതാനിന സേവേദാം. അഥ ഏതാനി, അഥ എന്ന് വെച്ചാൽ ആകയാൽ, അതുകൊണ്ട്, ഏതാനി അവയെല്ലാം, ന സേവേദ ന ഒരിക്കലും, സേവേദ സമ്പർക്കത്തിൽ വരുത്തുക, നമ്മൾക്ക് വേണ്ടതായിട്ട് നമ്മുടെ അടുത്ത് വരിക. ബുഭുഷു, ബുഭുഷു എന്ന് പറഞ്ഞാൽ സൗഖ്യം. പുരുഷ ക്വചിത്, പുരുഷൻ ഏത് സാഹചര്യത്തിലായാലും ഒരു പുരുഷൻ. വിശേഷത വിശേഷിച്ചും. ധർമ്മശീലക മോക്ഷമാർഗത്തിലേക്കുള്ള പുരോഗമന പാതയിലുള്ളവർ. രാജാ ലോകപതിർ ഗുരു, രാജാവ് ലോകപതി ജനനേതാവ്, ഗുരു ബ്രാഹ്മണരും സന്യാസിമാരും. അഥൈതാനിന സേവേദ ബുഭുഷു പുരുഷ ക്വചിത് വിശേഷതോ ധർമ്മശീലോ രാജാ ലോകപതിർ ഗുരുഹു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. അദൈതാനിന സേവേദ ബുഭുഷോ പുരുഷ ക്വചിത് വിശേഷതോ ധർമ്മശീലോ രാജാലോകപതിർ ഗുരുഹു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ പറയുകയാണ്, അക്കാരണത്താൽ, ഏത് കാരണത്താൽ? അപ്പൊ സ്വർണത്തെ അടിസ്ഥാനമാക്കി എന്താണ്? കലിയുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. പാപകരങ്ങളായവയെ പ്രതിരോധിക്കാനുള്ള മാർഗം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ആ കാരണത്താൽ അപ്പൊ ആയുരാരോഗ്യ സിദ്ധികളോടെ സുഖജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, വിശേഷിച്ചും രാജാക്കന്മാരും ജനനേതാക്കളും സന്യാസിമാരും ബ്രാഹ്മണരും, ഈ മുകളിൽ പ്രസ്താവിച്ച 4 അധാർമിക കാര്യങ്ങളുമായി ഒരിക്കലും ബന്ധമുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ 4 കാര്യത്തിലേക്ക് നയിക്കുന്ന വസ്തുക്കളുമായിട്ട് ബന്ധത്തിന് പോകരുത്. ഈ 4 കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ബ്രാഹ്മണൻ
മറ്റെല്ലാ വർണ്ണ വ്യവസ്ഥതകളിലുള്ളവരുടെയും, അതായത് ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരുടെ എല്ലാം മതാചാര്യന്മാരും നേരത്തെ കാലത്ത്, ഇന്ന് ബ്രാഹ്മണൻ എന്ന വാക്കിന് പോലും അർത്ഥമുണ്ടോ എന്നുള്ളത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ. അപ്പം ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഭഗവാൻ ആരാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ധർമ്മമായിരുന്നു? ബ്രാഹ്മണന്റെ ധർമ്മമായിരുന്നു. അപ്പം തിരിക്ഷവ കാരുണിക സുഹൃത സർവദേഹിനാം അജാത ശത്രവശാന്ത സാധവ സാധുഭൂഷണ. അപ്പൊ ഒരു സാധു എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ നേരത്തെ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അപ്പം തിരിക്ഷവ കാരുണിക സുഹൃത സർവദേഹിന, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ട് പറയേണ്ട ചുമതല ആരിലാണ് നിക്ഷിപ്തമായിരുന്നത്? ബ്രാഹ്മണനിലാണ് നിക്ഷിപ്തമായിരുന്നത്. അപ്പം അങ്ങനെ ബ്രാഹ്മണൻ എല്ലാ വർണ്ണ വ്യവസ്ഥയിലുള്ളവരുടെയും, അതായത് ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ശൂദ്രരുടെയും മതാചാര്യന്മാരായിരുന്നു. അതുപോലെ സന്യാസിമാരും സമൂഹത്തിലെ എല്ലാ വർണ്ണാശ്രമങ്ങളിലുള്ളവരുടെയും ആത്മീയ ഗുരുക്കളുമാകുന്നു. ഇന്ന് സന്യാസിമാരെന്ന് പറയുമ്പോൾ മനുഷ്യർ പുച്ഛിക്കുന്നു. എന്തുകൊണ്ടാണോ? അപ്പൊ പലയിടത്തും പല പ്രശ്നങ്ങളും വേഷം കെട്ടി ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുഹൃതവേഷ അല്ലെ, ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ ഇന്ന് പലയിടത്തും പല രീതിയിലും പലതും നടക്കുന്നത് കൊണ്ട് ഇതിനൊന്നും പ്രാധാന്യം മനുഷ്യർ കൊടുക്കുന്നില്ല. ഇവര് യഥാർത്ഥത്തിലുള്ള സന്യാസിയാരെ, യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണനാരെ എന്നുള്ളത് പറയാൻ ഇത് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയുന്നില്ല. അതുപോലെ രാജാക്കന്മാരായാലും നേതാക്കളായാലും എന്ന് വെച്ചാൽ ഭൗതിക ഉത്തരവാദിത്തമുള്ളവരാണ് ഈ ഹയർ പോസ്റ്റ് ഇരിക്കുന്നവരെല്ലാം. പക്ഷെ അവരും അങ്ങനെ വേണ്ട രീതിയിൽ പെരുമാറുന്നില്ല. വികസനോന്മുഖരായ മതവിശ്വാസികളും കാർക്കശ്യമായ ധർമാനുവൃത്തികളും ഉത്തരവാദിത്തമുള്ള മനുഷ്യരും അമൂല്യമായ മാനവജന്മത്തെ ഉപയോഗശൂന്യമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ഒന്നും അങ്ങനെ ഉപയോഗശൂന്യമാക്കരുതേ എന്ന് ആഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ അധാർമിക തത്വങ്ങളിൽ അഥവാ ധാർമ്മിക പ്രവൃത്തികളിൽ നിന്നും അവര് മാറുന്നില്ല. അതിന് കാരണമായിട്ട് ഇവിടെ സ്വർണവും പറയുന്നുണ്ട്. പിന്നെന്താണ്? സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി മനുഷ്യർ ഒരുപാട് അവിഹിത ബന്ധത്തിൽ വേണ്ടി മനുഷ്യർ ഒരുപാട് ഓടുന്നു. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ കലിയുഗമാണ്, കലിയുഗത്തിലെ സ്വഭാവം ഇതാണ്. ഈ കലിയുഗത്തിൽ സ്വർണം മനുഷ്യനെ അങ്ങ് പിടിച്ചുലയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീകളോടുള്ള മനുഷ്യന്റെ ഭ്രമവും അത് ഒരു രീതിയിലാണ്. അതുപോലെ ബ്രാഹ്മണരുടെ സത്യസന്ധത എന്തൊക്കെയാണ്, ദമശമ, അതെല്ലാം നമുക്കെല്ലാം ആ ഒരു ശ്ലോകം മൊത്തം അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീത പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ബ്രാഹ്മണൻ സത്യസന്ധനല്ലാതെ ഇരുന്നാൽ അവന്റെ ആ ഒരു രീതിയിൽ ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പേരിന് ബ്രാഹ്മണനാണ്. ഇപ്പൊ നമുക്കറിയാം, ഓഫീസിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു കുറച്ചൊരു ഉയർച്ചയുണ്ട്. അവരുടെ മനസ്സിലുമുണ്ട്, നമ്മളും കൊടുക്കാറുണ്ട് നല്ല ബ്രാഹ്മണർക്ക് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട് പെരുമാറാൻ ഇന്ന് മനുഷ്യർക്ക് കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ബ്രാഹ്മണന് വേണ്ട രീതിയിൽ അവർ പെരുമാറുന്നില്ല. പാടവ ആ യജന പാടവ അതൊന്നും അവർ ചെയ്യുന്നില്ല. അവരതൊന്നും ചെയ്യാതിരുന്നു കൊണ്ട് ജാതിയിലായി അവരുയർന്നു നിൽക്കുന്നു എന്ന ചിന്തയിൽ അവരുടെ ജീവിതം തന്നെ എന്താണ്, സത്യസന്ധനല്ലാത്ത ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാത്തതും ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. അവന്റെ അവകാശവാദം പോലും നിരർത്ഥകമായി തീരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു സന്യാസിയായാലും ആ ഒരു സന്യാസി എന്തിനാണ് മറ്റുള്ളവരെ എന്തിലേക്ക് കൊണ്ടുപോകണം? ഉയർച്ചയിലെ ആത്മീയതയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നതിനാണ് സന്യാസം എടുക്കുന്നത്. അല്ല, ധന്യവും കൊടുത്തിട്ടില്ല, സന്യാസത്തിന് അനുവദിച്ചിട്ടില്ല. കഴിവത്തിൽ അത് എടുക്കാനുള്ള ഒരു കഴിവുള്ളവരില്ല. പക്ഷെ എന്തുകൊണ്ട് ഒരു സന്യാസി പറയുമ്പോൾ കുറച്ചുപേരെങ്കിലും വേണ്ട രീതിയിൽ അത് കേൾക്കും. സമൂഹത്തെ മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് നമ്മുടെ മഹാപ്രഭുവിന്റെ ജ്യേഷ്ഠനും ഒക്കെ എന്ത് ചെയ്തത്? സന്യാസം എടുത്തു. അപ്പം സന്യാസിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിനു വേണ്ടിയാണ് സന്യാസം എടുക്കുന്നത്. അല്ലാതെ സമൂഹത്തിൽ പദവിക്ക് വേണ്ടി ആകരുത് സന്യാസം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദിൽ നിന്ന് അതെടുത്ത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം. അതുപോലെ ജനനേതാവായി നിന്നാലും ശരി, അവരൊക്കെയും അഹങ്കാരത്തിൽ നിന്നും മാറി മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്
ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പൊ എങ്ങനെയാണ് രാജാക്കന്മാര്, ജനനേതാക്കളെ, സന്യാസിമാര്, ബ്രാഹ്മണര് ഇങ്ങനെയുള്ളവരൊക്കെ അധാർമിക കാര്യങ്ങളുമായി ബന്ധപ്പെടാതിരുന്നാൽ മാത്രമേ ഒരു രാജ്യം പുഷ്ടി പ്രാപിക്കൂ, രാജ്യം വേണ്ട രീതിയിൽ വരികയുള്ളൂ എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവര് പെരുമാറണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരെയൊക്കെ കുറിച്ച് പറഞ്ഞു പ്രഭുപാദരെ? ബ്രാഹ്മണര്, സന്യാസി, രാജാവ്, ജനനേതാവ്, ഇവരൊക്കെയും യോഗ്യതയും സ്വഭാവവും നിശ്ചയമായും പരിശോധിക്കണം. ഞാൻ ആരാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ആ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഞാൻ പെരുമാറണം എന്നും യോഗ്യതയും സ്വഭാവവും നിശ്ചയമായും പരിശോധിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ഒന്ന് പരിശോധിച്ചിരുന്ന എത്ര നല്ലതായിരുന്നു അല്ലേ? അപ്പം വിദ്യാഭ്യാസപരമായ കുറവുണ്ടെങ്കിൽ പോലും അവരെ ചൂതുകളി, മദ്യപാനം, വ്യഭിചാരം, മൃഗകശാപ്പ് ഈ അടിസ്ഥാന യോഗ്യതകളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാന യോഗ്യത ഇപ്പൊ ഈ അടിസ്ഥാന യോഗ്യതകളിൽ നിന്ന് മാറി നിൽക്കല്ല, അടിസ്ഥാന യോഗ്യതകൾ ഇല്ലായ്മയിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മാലിന്യങ്ങൾ, ഇപ്പൊ ഈ അടിസ്ഥാനമായ യോഗ്യതകൾ അവർക്ക് വേണമെന്നും അതിന്റെ ഇല്ലായ്മയിൽ നിന്നും മാറി നിന്നിട്ട് അവരെന്ത് ചെയ്യണം, അത് നേടിയെടുക്കാൻ ശ്രമിച്ചാൽ മാത്രമേ സമൂഹത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ചൂതുകളെയും, മദ്യപാനം, വ്യഭിചാരം, മൃഗകശാപ്പ്, ഇത് നാലും നമുക്ക് ഇതിനകത്തെല്ലാം നമ്മളിപ്പൊ പഠിച്ച എല്ലാ ശ്ലോകങ്ങളിലും നമ്മൾ കണ്ടതാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് പോകേണ്ട സ്ഥലവും നമ്മൾ അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇതൊന്നും അരുതേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഭഗവാനെ ഓർക്കാൻ കഴിയുക? ഭഗവാനെ നമുക്ക് ഓർത്തെങ്കിൽ മാത്രമേ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം നമ്മുടെ പ്രവൃത്തി എന്ന് നമ്മളെ ഓർക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മളെ ഏതൊരു രീതിയിലായാലും ശരി, നമ്മളെ അവസാനം നമുക്ക് എന്ത് പറ്റും അതിനെക്കുറിച്ച്, അവസാന ദിവസത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും എന്നും നമ്മൾ ചിന്തിക്കണമെന്നാണ്. നമ്മുടെ അവസാന ദിവസം അതിനെക്കുറിച്ച് നമ്മൾ എന്നും ചിന്തിക്കണമെന്നാണ് ശ്രീലപ്രഭുപാദനും നമ്മുടെ ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുക, നമുക്ക് പോകേണ്ട സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ അത് പ്രധാനമായിട്ടുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ ഇനോസ്പീഷ്യസ് ആയിട്ടുള്ളതും അത് ഓസ്പീഷ്യസ് ആയി തീരും ആരെ കുറിച്ച് ഓർത്താൽ, ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അശുഭകരമായ കാര്യങ്ങളൊക്കെയും ശുഭകരമായി ഭവിക്കും എന്നുള്ളതാണ് ഭഗവാനെ ഓർക്കുന്നത് കൊണ്ടുള്ള ഫസ്റ്റ് പ്രയോജനം യഥാർത്ഥത്തില്. അല്ലാതെ നമുക്ക് അവിടെ പോകാമെന്നുള്ള ചിന്തയിലല്ല നമ്മൾ ഭഗവാനെ ഓർക്കേണ്ടത്. എന്റെ അശുഭകരമായ കാര്യങ്ങളെ ഒക്കെയും ശുഭകരമാക്കി തരണമേ എന്നുള്ള ചിന്തയോട് വേണം ഭഗവാനെ ഓർക്കാൻ എന്നുള്ളതാണ്. ക്ഷീണേതി അഭദ്രാണി എന്ന് പറയും അതിനെ. ക്ഷീണേതി അഭദ്രാണി എന്ന് വെച്ചാൽ അശുഭമായ കാര്യങ്ങളെല്ലാം ശുഭകരമാക്കി തരണേ എന്ന് ഭഗവാനോട് പറയുക. രണ്ടാമത്തേത്, എനിക്ക് എന്ത് ഭാഗ്യമാണോ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും ഭഗവാനെ, ഭക്തവത്സനായ ഭഗവാനെ കുറിച്ച് ശരിക്കും അവിടെ കാൽപാദങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും ഭഗവാൻ അത് വർദ്ധിപ്പിച്ച് തരും എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു കാര്യമായാലും ശരി, എനിക്ക് ഭാഗ്യം വേണം എന്നുള്ളതിന് നമ്മളെ സാധാരണക്കാരെല്ലാം ഭാഗ്യം വരുത്താൻ എന്ത് ചെയ്യും? ജ്യോത്സ്യന്റെ പുറവിന് പോകും. അപ്പൊ ഈ ജ്യോത്സ്യന്റെ പുറവിന് പോകുന്നതിന് പകരം എന്താണ്, ഭഗവാന്റെ മുന്നിലേക്ക്, ഗുരുവായൂരപ്പന്റെ പാദപങ്കജങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുകയാണെങ്കിൽ നമുക്കത് സംഭവിക്കുമെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമ്മുടെ മനസ്സ് ക്ലീനായി തീരും. നമ്മുടെ മനസ്സിന് നല്ല ശാന്തത വരും. ആ മനസ്സിലുള്ള ദൗർഭാഗ്യങ്ങളെല്ലാം ചേതോദർപ്പണമാർത്തനം ഭവമഹാദാവാഗ്നി നിർവാപണം ഇല്ലേ? അപ്പൊ അങ്ങനെ മനസ്സിലുള്ള പൊടിപടലങ്ങളെ എല്ലാം മാറ്റിയിട്ട് പോകും. എത്രയോ കാലകാലങ്ങളായിട്ട് കിടക്കുന്ന ആ നമ്മൾ ഒരു ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കൊണ്ടാ രണ്ടാമത്തെ ശരീരത്തിലേക്ക് പോകുന്നത്? എന്തൊക്കെ കൊണ്ടുപോകാൻ കഴിയും നമുക്ക്? സമയം പോയി. എന്തൊക്കെ കൊണ്ടുപോകാൻ കഴിയും? ഒരു സട്ടിൽ ബോഡിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ്? മനസ്സും ബുദ്ധിയും
ഈഗോയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ 3 കാര്യങ്ങളും അത് നമ്മൾ എത്രയും കാലമായിട്ട് ശേഖരിച്ചെടുത്ത ഇതെല്ലാം പോകുമ്പോഴേ മാറ്റി മനസ്സിനെ ക്ലീൻ ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. 7 എണ്ണമാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. നമുക്ക് സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ ഹരേ നിർത്താം. കൃഷ്ണ മാതാജി, ഈ ലാസ്റ്റ് പറഞ്ഞത് സഞ്ചിത കർമ്മം എന്നാണോ അതിന് പറയുന്നത്? ഹരേ കൃഷ്ണ. ഏത് മനസ്സ് സഞ്ചിത അല്ല മാതാജി, അല്ല സഞ്ചിത അല്ല. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം എത്ര ജന്മങ്ങളായിട്ട്, കോടാനുകോടി ജന്മങ്ങളായിട്ട് നമ്മൾ വരുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങളെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു പ്രാവശ്യം ജനിക്കുന്ന അവസരത്തില്, നമുക്ക് മനുഷ്യജന്മം കിട്ടുന്ന അവസരത്തില്, ഈ ഒരു മനുഷ്യജന്മത്തിൽ എത്രമാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയും അത് മാത്രമേ ഭഗവാൻ തരത്തുള്ളൂ. ഒരുപാട് നമ്മൾ വെച്ചേക്കുന്ന സഞ്ചിതകർമ്മം എല്ലാം കൂടെ തന്നല്ല നമ്മളെ അയക്കുന്നത്. നമുക്ക് ഈ ഒരു ജന്മം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളാണ്. അതിനെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാരബ്ധ കർമ്മങ്ങളും അതല്ലാതെ കുറച്ച് നമ്മളെ ചെയ്യാൻ ഇനി നമുക്കിരിക്കുന്ന അപ്രാരബ്ധ കർമ്മങ്ങളും. അപ്പൊ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. ആ സഞ്ചിത കർമ്മത്തിന്റെ കൂട്ടത്തിൽ നമുക്കിപ്പൊ പ്രാരബ്ധകർമ്മം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, അതിനെ മാറ്റിയെടുക്കണം. അതുകൂടാതെ ഇനിയും കിടക്കുന്നു അപ്രാരബ്ധ കർമ്മങ്ങൾ, അതിനെയും മാറ്റിയെടുക്കണം. അപ്പൊ അതിന് രണ്ടിനും അതിനെ എല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഭഗവാനെ കൃഷ്ണത്വതീയ പദപങ്കജമഞ്ചരാന്തം ആ പാദത്തിലേക്ക്, അപ്പൊ അതിലേക്ക് നമ്മള് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ സഞ്ചിത കർമ്മങ്ങളെ കുറച്ചു തരാൻ ഭഗവാനോട് കരുണയാ യാചിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഹരേ കൃഷ്ണ. നമുക്ക് ഹരേ കൃഷ്ണ. ദേശീയാനന്ദ പത്മനാഭ സ്വാമിക്ക് ഹരേ കൃഷ്ണ സമയമായി. അപ്പോ മാതാജി മുടങ്ങാതെ വരുന്നതിലേക്ക് വേണ്ടിയിട്ടും മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ രാമ 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 ഹരേ പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ നമോ നമ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദയ്ക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. എന്ന വൈകുന്നേരം ഭാഗവത ഗംഗാ പ്രവാഹമായിട്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ജി.